1967 മുതൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ പലസ്തീൻ കൈവശപ്പെടുത്തിയ പ്രദേശത്തു നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കാനുള്ള ആഹ്വാനം ആവർത്തിക്കുകയാണ് ഇന്ത്യ. ജൂലൈയിൽ UN ആസ്ഥാനത്ത് സൗദി അറേബ്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് ശേഷമാണ് 7 പേജുള്ള പ്രഖ്യാപനം വന്നത്. പലസ്തീനിന്റെ രാഷ്ട്ര പദവിയെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തിന് ഇന്ത്യ ഉൾപ്പെടെ 142 രാജ്യങ്ങൾ അനുകൂലിച്ചു. 10 രാജ്യങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു. അതേസമയം 12 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പലസ്തീനുകൾക്കും ഇസ്രായേലികൾക്കും മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കുന്നതിന് ഇസ്രായേലിനും പലസ്തീനും ഇടയിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഈ പ്രഖ്യാപനം ആഹ്വാനം ചെയ്യുന്നു. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും എല്ലാ ഇസ്രായേലി ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണമെന്നും പ്രഖ്യാപനം ആവശ്യപ്പെടുന്നുണ്ട്. 1200 പേർ കൊല്ലപ്പെടുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ 193 അംഗ പൊതുസഭയുടെ പ്രഖ്യാപനം അപലപിച്ചു. കൂടാതെ പലസ്തീനിലെ സിവിലിയൻ ജനതയെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനെ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ നഗ്നമായ ലംഘനമെന്നും ഇത് വിളിക്കുന്നുണ്ട്. ഗാസയിലെ സിവിലിയന്മാർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെയും ഇത് അപലപിക്കുന്നു. ഗാസയിലെ ഇസ്രായേലിന്റെ പ്രതികാര നടപടികളെയും അവർ വിമർശിച്ചിട്ടുണ്ട്. വ്യാപകമായ സിവിലിയൻ നാശനഷ്ടങ്ങൾ, സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം, ഉപരോധവും പട്ടിണിയും എന്നിവ മാനുഷിക ദുരന്തത്തിലേക്ക് നയിച്ചതായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ദീർഘകാല സംഘർഷത്തിന് നിലവിൽ ഗാസ മുനമ്പിന്റെ നിയന്ത്രണം വഹിക്കുന്ന ഹമാസിന്റെ പങ്കാളിത്തം ഇല്ലാതെ ദ്വിരാഷ്ട്ര പരിഹാരം തേടുന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തിയത്. എല്ലാ ഗൾഫ് അറബ് രാജ്യങ്ങളും ഈ നീക്കത്തെ പിന്തുണച്ചു. ഇവിടെ ശ്രദ്ധേയമായ അമേരിക്കയും ഇസ്രായേലും പ്രഖ്യാപനത്തിനെതിരെയാണ് വോട്ട് ചെയ്തത്. ഒപ്പം അർജന്റീന, ഹംഗറി, മൈക്രോനേഷ്യ, നൗറു, പലാവു, പാപ്പുവ ന്യൂഗിനിയ, പരാഗ്വേ, ടോങ്ക എന്നീ രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. സമാധാനപരമായ ദ്വിരാഷ്ട്ര പരിഹാരം കൈവരിക്കുന്നതിന് ഗാസയിലെ ഭരണം അവസാനിപ്പിക്കാനും ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാനും ഹമാസിനോട് ഈ ഒരു പ്രഖ്യാപനം ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഹമാസ് രഹിത പലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായി UN പൊതുസഭ നടത്തിയ ലജ്ജാകരമായ വോട്ടെടുപ്പ് ഗാസ യുദ്ധം തുടരാൻ തീവ്രവാദ ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വോട്ടെടുപ്പിനോട് പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേൽ വ്യക്തമാക്കിയത്. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഏകദേശം 2 വർഷമായി സ്ഥിരമായി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പ്രദേശത്ത് സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ കൊണ്ടുവരാനാണ് പ്രഖ്യാപനം ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബർ 22-ന് ന്യൂയോർക്കിൽ ഫ്രാൻസും സൗദി അറേബ്യയും സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന നിർണായകമായ UN ഉച്ചകോടിക്ക് മുന്നോടിയായാണ് വോട്ടെടുപ്പ് നടന്നത്. പലസ്തീനെ ഒരു രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ ഒരു അവസരം ഉപയോഗിക്കുമെന്നാണ് കരുതുന്നത്. മറ്റ് ലോക നേതാക്കളും മാക്രോണിന്റെ നിലപാട് പിന്തുടരാനാണ് സാധ്യത.